ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നെ പൊട്ടറ്റോ വെച്ചിട്ട് ഫ്രൈ ഉണ്ടാക്കാൻ പോവാം. ചെറിയൊരു വീഡിയോ ആട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നമ്മളിവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യാനാണ്. നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആ മോഡലിലാക്കാൻ വേണ്ടിയിട്ടല്ല. കുറച്ചിങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊളിച്ച് പൊളിഞ്ഞ് പോയി ഗീസ്. അപ്പം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്തുവാ നേരോട് പഠിക്കുന്നു, ഹോംവർക്ക് ചെയ്യാം. പയറും കായും കൂടെ പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കത്തിയാണ് കത്തി, ആയുധം വെച്ചുള്ള കളിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഇതിലാണ് പറഞ്ഞ്, അധികം നൈസാകരുത്. ഒരു സൈഡ് നൈസായിപ്പോയി. കുക്കറ് നമ്മുടെ കൂന്ന് വിളിക്കുക ആയില്ല. പയറും കായും വെച്ചതാ ഇതുപോലെ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ എടുത്തിട്ട് നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ അല്പം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, ഇത്തിരി ബിരിയാണീൻ്റെ മസാലപ്പൊടി ഒന്ന് ലേശം ചേർക്കും, ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊക്കെ എടുത്ത് അതിലേക്ക് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി. പാൻ ഓൾറെഡി നല്ലപോലെ ചൂടായതുകൊണ്ട് തന്നെ എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ നന്നായിട്ട് ചൂടായി കേട്ടോ. നമുക്കിതിന് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. എല്ലാം കൂടി ഒന്ന് ചാവി. അയ്യോ, പഴവളെ കാപ്പാക്കുന്ന എണ്ണ അടിയായി പോയോ എന്നൊരു സംശയമില്ല. അതില്ല.
കഴിഞ്ഞു, സ്ഥലം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നത് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഏകദേശം ആയിട്ടുണ്ട്. കരിഞ്ഞു പോകാനുള്ള സാധ്യത ഇല്ല. ഇത്ര ഞാൻ മറച്ചിട്ട് വരുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാത്തത്. പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവും. അതങ്ങനെയാണല്ലോ, നല്ല രസമല്ലേ. ഇപ്പോൾ ലേസും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ, എങ്ങനെ കിട്ടിയാലും ടേസ്റ്റ് അല്ലേ. അപ്പം അതുകൊണ്ട് സാരമില്ല, കൊളായാലും കഴിക്കാം. അപ്പം എങ്ങനെയുണ്ട്? ഓക്കെ, കരിഞ്ഞില്ല കേട്ടോ. ചെറിയൊരു വഴക്കമില്ല, അതില്ല എന്നാലും കുഴപ്പമില്ല. അധികം ഇല്ല. എന്താ കളർഫുൾ നോക്ക്, എന്നെപ്പോലെ. അപ്പോൾ ആ ഒരു സൈഡ് ഓക്കെ ആയി, നമ്മളത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടി പക്ക ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യും. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. എന്തുമായത് ഒരു അഡ്രസ്സ് ഇല്ലല്ലോ ആരുടെ, കമൻറ്റ് ചെയ്യുന്നില്ല വീഡിയോക്കൊന്നും. ഇതിൽ നോക്കട്ടെ, ഞാൻ പിണങ്ങും പിന്നെ എല്ലാവരോടും. അപ്പോൾ അത് റെഡി ആട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ. ഞാൻ ആ മസാലയുടെ ഇത് പൊടി ഇട്ടതുകൊണ്ട് തന്നെ ഒരു നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുത്തി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഓക്കേ, കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ട് നോക്കട്ടെ ആദ്യം, എന്നിട്ട് ഞാൻ പറയാം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ ദേവു. ചൂടുണ്ട് നോക്കണം. രസമുണ്ടാ? പൊളി തിരിച്ചു കാണുന്നില്ല. ഉണ്ട് സൂപ്പർ അല്ല, സൂപ്പർ പറയണം. അപ്പം ഇനി ഇപ്പം രണ്ടാളും കഴിച്ച സ്ഥിതിക്ക് ഇനി ഞാനും നോക്കി നോക്കാം. പൊളിച്ച് നല്ല രസമുണ്ട് കേട്ടോ. എരിവും ഉപ്പും എല്ലാം പാകത്തിനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മീനും മുട്ടയും അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും ചോറിന് ബെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. Ta-da!